ചന്ദ്രനെ ഇപ്പൊ സ്നേഹ കണ്ട ഒരു സംശയരോഗിയുടെ കണ്ണിലാണ്. നമ്മള് മോഡേൺ അല്ലേന്ന് പറഞ്ഞ ഡയലോഗിൽ എനിക്ക് മനസ്സിലായി. ബാബു സെട്ട് നല്ല പണി കൊടുത്തിട്ടോ. ഒരു സുഖം. ഞാൻ പറയുന്നത് ടി വിക്കാർ ശരിയില്ല. അയ്യോ ടിവിക്കാർ ശരിയില്ല. ഞാൻ പറയുന്ന കാര്യം പറഞ്ഞ ടിവിക്കാർ ശരിയില്ല. തീർന്നടേ, ഒറ്റയടിക്ക് ഇല്ലാണ്ടായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ട്രോൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഡ്രീമർ ഗെയിമിന്റെ കൂടെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമല്ലോ. വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചന്ദ്രന്റെ കിക്കിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചന്ദ്രന്റെ കിക്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏതായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതായാലും വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 3 ഐഡിയ ഉണ്ട് ചെയ്യാൻ. ഒന്ന് മൂഞ്ചിയ മറ്റേത് മൂഞ്ച. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ആ ബീച്ച് നിന്നാണ്ട് അത്ര നേരം കേട്ടോണ്ടിരുന്നത്? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം. ആ 2ാം ക്ലാസ്സിൽ പോയി ചെറുക്കനെ ഇല്ല, നമ്മളെ കേക്ക് കണ്ടിക്കുന്ന കത്തി ബാക്കിൽ നിന്ന് എടുത്തിട്ട് എന്റെ കാലിന്റെ അവിടെ നിന്നിട്ട് ഒരയ്ക്കുന്ന ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഒരു ഉത്സവങ്ങളിൽ പോവാൻ വയ്യ, മുക്കിന് ഇടി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടെ സമാധാനത്തിന് അവിടെ പോയിരുന്നപ്പോ എല്ലാരും കൂടെ പേടിച്ചു വിടാനാ. ഞാൻ അവിടെ നിന്നൊക്കെ പൊക്കളഞ്ഞു. സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അപ്പുറത്തെ ബസ്സിലെ ഇപ്പുറത്തെ ബസ്സിലാവുമ്പോ 2 കൂടെ ഗിയർ ഊരിട്ട് അങ്ങോട്ടും കൂടെ ഇടി വിടുന്നു. പണ്ടത്തെ ഫാമിലിയില് ഇപ്പം ഒരു ദിവസം നോക്കിയപ്പോ എന്റെ വാപ്പ ഉമ്മയെടുത്ത് മണ്ട നിർത്തിയേക്കുന്നു. മസാല ഇല്ലെന്ന് മീൻ പൊരിച്ചേന്. പെങ്ങന്മാരൊന്നും പഴയണക്കല്ല, ഫെമിനിസം. ആങ്ങളമാരൊന്നും പഴയ പോലെയല്ല. ഒരുത്ത ക്രിസ്ത്യൻ ബെയിൽ എന്ന് പറഞ്ഞ് നടക്കുന്നത് ബാറ്റ്മാൻ ബെയിൽ നടന്നില്ലേ? ആ, അത് കേരളത്തിൽ നല്ലവരായ 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും. ഒരു പാട്ടിറങ്ങി നമുക്ക് നശിപ്പിക്കോ? മണിക്കേ ചോറ് കഴിക്കുമ്പോ ആ പാട്ട്, ഒരു പെണ്ണോട്ടിരിക്കുമ്പോ ആ പാട്ട്, ഉറങ്ങുമ്പോ ആ പാട്ട്. ഞാൻ ഇപ്പൊ ആ പാട്ട് കേൾക്കില്ല. ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അയ്യോ വിഷയട്ടാ, എനിക്ക് മനസ്സിലാവും എങ്ങനെ ട്രെൻഡിങ് ആയതാണ്. വിഷയം എടാ ഈഗിളിന്റെ വല്ലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈഗിളിന്റെ ആണ്. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. ഓ എടാ, അയാൾ കുടുങ്ങിയടാ, കാലടാ അവന്റെ. എടാ കാല് കുടുങ്ങുന്ന അറിഞ്ഞിട്ട് അവൻ ചാടാതെ നിന്നതുണ്ടല്ലോ. ഈ ഫോട്ടോ ആയിട്ട് ഞാനറിയോ ഓട്ടുമുറക്കാണ്. നീ എങ്ങനെ ഓട്ടിക്കും? ആളെയാ മറ്റേ എസ് അടിച്ചെന്താ പോവാൻ നോക്കിയതാണ്, നേരെ കൊരുത്ത്. അവിടെ കബോർഡില് മാൽക്കിസ്റ്റൻ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കും. ബിസ്ക്കറ്റ് കഴിക്കുന്ന കൊള്ളാം, പക്ഷെ എന്റെ കവർ കളയല്ലേ? കളയില്ല. ശരി, അതെനിക്ക് വേണം. കളയില്ല കേട്ടോ. ക്യാഷ് ബാക്ക് ഉണ്ടല്ലേ 50 രൂപ. ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഇവിടെ ഇഷ്ടം പോലെ കവർ എടുപ്പുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒറിജിനൽ ബാബു ഇതിന്റെ ബാക്കിൽ ഇതുണ്ടാ. നീ കഴിക്കുന്ന സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല, ഈ ബിസ്ക്കറ്റിന്റെ ബാക്കിൽ നമ്മുടെ ഒരു കൂപ്പൺ ഐഡിയ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചിട്ടും നമുക്ക് ഇത് കിട്ടും. അയ്യോ അയ്യോ കവർ കളയല്ലേ? അതെനിക്ക് വേണം. ഹലോ, ഞാൻ കവർ കളഞ്ഞായിരുന്നോ? എവിടെ ദുഷ്ടാ, ഞാൻ എടുത്തിട്ട് എനിക്കിപ്പോ ക്യാഷ് ബാക്ക് കിട്ടി. നീ അതെടുത്തോ? ഞാൻ പറഞ്ഞല്ലേ എനിക്കത് വേണം. നീ നിന്റെ വേണ്ട, ഇവിടല്ലേ ഞാൻ വെക്കോ ഫോൺ. ബൈ. ശരി.
ചന്ദ്രന് പണി കിട്ടി മിക്കവാറും. ഏത് ബിസ്ക്കറ്റ് അത്? ക്രീം ബിസ്ക്കറ്റ്. ചന്ദ്രൻ അയച്ചേട്ടാ പൈസ എടുത്ത് സ്പോട്ട് അയച്ചു ചന്ദ്രൻ. ആള് വിളിച്ചിട്ട് എടുക്കില്ല കേട്ടാ. വേണ്ട 50 രൂപ പോകും അവള് വായിക്ക് കയ്യിന്ന്. അയ്യോ അല്ല ചന്ദ്രൻ അയച്ചു കൊടുത്തിട്ട് പറയല്ലേ ഇതൊക്കെ അല്ലേ ഒരു ഉഷാറുള്ള സാധനം. നീ പറ ബാബു സെട്ട് ഏതാ അങ്ങേറ്റ കേട്ടോ. നീ സ്പീക്കർ ഇട്. എന്നാ മോട്ടിവേഷൻ ആടാ ബാബു സെട്ട്. അതെ എടുക്കുമെന്തോ. മറ്റേ ബിസ്ക്കറ്റിന്റെ ഒരു ഇത് ചെയ്തില്ലേ പ്രൊമോഷൻ മറ്റേ തൃശ്ശൂരിലെ മറ്റേ പുള്ളിയായിട്ട്. ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി 50 അങ്ങനെ രൂപ ഞാൻ അയച്ചു തരാം. ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാനൊരു റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 80 രൂപ അയച്ചു തരാം. അല്ല അത് മറ്റേ ബിസ്ക്കറ്റിന്റെ കവറിലുണ്ടായിരുന്നല്ലേ കൂപ്പൺ കോഡ്, അതിനായിട്ടല്ല നീ ആ കവർ വേണമെന്ന് പറഞ്ഞേ. 50 രൂപയ്ക്ക് വിളിച്ചു. അത് ഇനിയിപ്പോ കഷ്ടപ്പെടണ്ട, ഞാനൊരു 100 രൂപ അയച്ചു തരാം. ആ അതെ 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 അതെ. ഇന്നിങ്ങനെ ചവറ് പറക്കാവല്ലേ, ചവറ് പറക്കി. ശരി ഞാൻ വിളിക്കാം. അയ്യോ അയ്യോ ചന്ദ്രനെ ഇപ്പൊ സ്നേഹം കണ്ട ഒരു സംശയരോഗിയുടെ കണ്ണിലാണ്. നമ്മള് മോഡേൺ അല്ലേന്ന് പറഞ്ഞ ഡയലോഗിന് എനിക്ക് മനസ്സിലായി. ബാബു സെട്ട് നല്ല പണി കൊടുത്തിട്ടോ. ഒരു സുഖം. ഒരു സുഖം. ചന്ദ്രനെ കൊണ്ടുവയ്ക്കോ വേണമെങ്കിൽ. പോവല്ല, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല സെറ്റ്. ഏതാ സ്റ്റിയറിംഗ് ഇല്ല ഓട്ടിക്കണവേ. തൊപ്പി. അപ്പൊ നമുക്ക് ഇത് വെച്ച് കളിക്കാൻ പറ്റുമോ? റേഡിയോ കയറി നോക്കടാ. പറ്റും. ഹലോ എന്തിനാണ് ഞാൻ വന്ന് ലേറ്റ് ആയി പോയല്ലേ? എത്ര ആൾ എവിടെയായിരുന്നു? ഞാൻ കൊറച്ച് ലേറ്റ് ആയി പോയടാ. എന്ത് ചെയ്യാനാണ് എടാ. എന്തായി എന്റെ സ്ലോട്ടിന്റെ കാര്യം? ഇത് എന്നെ ടിവിയില് ലീഡറായിട്ട് സെലക്ട് എന്തോ പറയുന്ന കേട്ടോ നിങ്ങ. ലീഡർ ഇപ്പൊ ഒരാളുണ്ട്, ആള് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അങ്ങനെ എന്തോ ചെയർ ഇട്ട് വെച്ച് എന്തോ പറയുന്ന കേട്ടിന്. ഞാൻ എന്റെ വരവിനായി സിയോൺ സിറ്റി കാത്തിരിക്കുന്നു എന്തെല്ലോ പറയുന്നുണ്ട്. നമ്മള് ചെയർ ഒരെണ്ണം പണിയാൻ കൊടുത്തിട്ടുണ്ട്, അത് ഉടനെ വരും. എപ്പാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ വന്ന് ഇരുന്ന് തരാം. ഉറപ്പായിട്ട് അറിയിക്കും. പിന്നെ എന്തല്ലടാ മുത്തേ, ബാക്കി കാര്യങ്ങളിൽ എങ്ങനെ പോകുന്നു? ഞാൻ ഇല്ലാത്തതിന്റെ കുറവൊന്നും ഇല്ലല്ലോ ടിവിയില്. എല്ലാം സ്മൂത്ത് അല്ല. സെപ്റ്റിക്കാ അതെന്താ? നമ്മളിപ്പോ താമസിക്കുന്ന സിറ്റി അതാണ്. അങ്ങനെ അങ്ങനത്തെ മൂക്കടപ്പുണ്ടോ? ജലദോഷം ഉണ്ടോ ആർക്കാണ്? നിങ്ങക്ക്? എനിക്കടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതാരാ സംസാരിക്കുന്നാരാ? ഹലോ സംസാരിക്കുന്നാരാ? ആര്? ഞാൻ പരുന്തു വാസുവിനെ മാത്രമേ ഞാൻ ബഹുമാനിക്കൂ, ബാക്കി എല്ലാവരും എന്റെ തായിലാണ്. പരുന്തു ഞാൻ സരക്കിടാനേക്കാളും മുകളിലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ടിവിയില് കുറച്ച് പദവികളെല്ലാം ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോ ആദ്യം പരുന്തു വാസു പിന്നെ ഞാൻ, അങ്ങനെയാണ് അതിന്റെ ഒരു. ഏതാ തൊപ്പി? ആർക്കോ തൂറാൻ മുട്ടിയൊരു സൗണ്ട് കേൾക്കുന്നത്. ഛർദിച്ചതാ? ഓക്കെ ഓക്കെ ഓക്കെ. അവന്റെ വായിന്ന് വരുന്നതല്ല എന്റെ കുണ്ടീന്ന് വരുന്ന സൗണ്ടാണല്ലോ. അയ്യോ തീർന്നടേ തൊപ്പി. എടാ എന്നാ ശരിയടാ. എടാ എന്നാ ഓക്കെ. ഫാൽക്കൺ ബ്രോ കാത്തിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഫാൽക്കൺ ബ്രോ കാത്തിക്കുന്നുണ്ട്. നമുക്ക് ഫാൽക്കൺ ബ്രോ ഒന്നിച്ച് പബ്ജി കളിക്കാം. ഞാൻ പറയുന്നത് ടിവിക്കാർ ശരിയില്ല, ടിവിക്കാർ ശരിയില്ല. ഞാൻ പറയുന്ന കാര്യം പറഞ്ഞ ടിവിക്കാർ ശരിയില്ല. തീർന്നടേ, ഒറ്റടിക്കില്ലാണ്ടായി. വിഷയട്ടാ വിഷയം. കണ്ണാ പിടാസ എക്സാക്ട്
സലീം കുമാറിനെ പോലെ ഇല്ലെന്ന് അതുപോലെ ഇല്ലടാ നോക്കടാ. ആ ചിരി, ആ ഗ്ലാസ്, മുടിയുണ്ടാ ആ ഫേസ് എല്ലാം ഓക്കെ ആട്ടാ. ഇത് വെച്ച് എന്താ ചെയ്യണ? നമുക്ക് ഈ ഫോട്ടോ വെച്ചവരൊന്ന് മസനോടിയിൽ ഇട്ടാലാ? നേരെ കൊണ്ടുപോവാ. കുട്ടി സായിപ്പിന്റെ ലാസ്റ്റ് സായിപ്പ് സായിപ്പ് നിന്റെ ചാറ്റില് കണ്ണാപ്പിന്റെ സ്റ്റിക്കർ കണ്ടാ? കണ്ണാപ്പിക്ക് വേറെ ലെവലായിക്കണ്. ഇന്റർനാഷണൽ ഇത് മറ്റേ നമ്മുടെ മന്ദന്റെ. മന്ദന്റെ മറ്റേ ഇതിലില്ലേ ഗ്യാങ് ഓഫ് ലെവന്റെ പടം ഉണ്ടല്ലോ, മറ്റേ ആ പിയാനോടെ മോളില്. അതേനെ മന്ദന്റെ. മന്ദന്റെ പേരാണോ ഇങ്ങനെ? ഓ മന്ദന്റെ പേര് മന്ദന്റെ. ആളത് യുണീക്ക് ആക്കിയാട്ടാ. എന്തായാലും കണ്ണാപ്പീരെ സാധനം എന്ന് പറഞ്ഞു ഇനി അവനിടാ. യവനെ കോപ്പി അടിച്ച് വേറെ വന്ന് ഇയറിന്റെ, അതും കഴിഞ്ഞിട്ട് ഒരുത്ത വന്ന് വീക്കെൻഡ്. മൊത്തം കോപ്പിയാ. വീക്കെൻഡാണ്. എന്റെ പൊന്നോ. ഗൈസ് സ്ക്രീൻ കാണാൻ എല്ലാരും ഫോളോ ചെയ്യണം. ബാബു നീ എന്നെ ഊക്കിയതാണടാ. നന്നായിട്ട് ഊക്കിയതാണ്. അയ്യോ ഇങ്ങേറ്റോ അവന്റെ മന്ദന്റെ പറ. ഇവനൊക്കെ എന്തോ DBS ഇട്ട് കളിക്കണം, 14 DBS ഇട്ടാണ് കളിക്കും, വീണ്ടും ചെയ്യുമ്പോൾ പോക്കോ S3. ഇവനൊക്കെ എന്നാ കൊണ്ടാ കേൾക്കണം? ഇവന് ഹെഡ്സെറ്റ് ഉണ്ടോ? അതെന്തോ ഇവനൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എനിക്ക്. വണ്ടിയെ കയറും, വണ്ടിയെ കയറാം. കോട്ടയാണല്ലേ ഈ ചളി ഞാൻ നേരത്തെ അടിച്ചതോ, പക്ഷെ വർക്കൗട്ട് ആയില്ല. എല്ലാവർക്കും മിനിമം ബുദ്ധി ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ അടുത്താകുമ്പോ ഏക്കുമെന്ന് എനിക്കറിയാം. എങ്ങനെ പേരെന്തിരണ്ടീന്ന്? അയ്യോ അങ്ങനെ പേരെന്താണ് നീ പറ? എനിക്ക് വാനിഷ് ഔട്ട് ചെയ്ത് മണ്ട്. ഇത്രയും നേരം പറഞ്ഞപ്പോ ഒരു ചാറ്റിൽ ഞാൻ പറഞ്ഞു വെറുതെ വീക്കെൻഡ് പറഞ്ഞ വീക്കെൻഡ് അവൻ ഫോണെടുത്ത് നോക്കും. നോക്കടാ ഫോണെടുത്തിട്ട് മന്ദന്റെ അടിച്ചു നോക്കണ. എന്റെ പൊന്നോ ചന്ദ്രു. വീക്കെൻഡ് അടിക്കണതാ. എന്റെ മോനെ എന്ത് ബാബുസേട്ട് എന്താ കേട്ടോ. അവന്റെ പേര് കിട്ടിയ ഇപ്പൊ പേര് കിട്ടി. 4 കലണ്ടർ ഉണ്ട് ഞാൻ. സായിപ്പ് ഏതാ സായിപ്പ്? അണ്ണ എന്റെ കോഴി മുട്ട ഇടുന്നില്ല, ഒന്ന് സഹായിക്കണോ? കോഴി അണ്ടയെ പിടിച്ച് 2 വലിയ ഇജ്ജാതി വിഷയം സായിപ്പ്. നമ്മൾ കണ്ടു വില്ലുമോന്റെ പാട്ടല്ല. വില്ലുമോൻ Hello, hello. Tell me. We are Kill aliens me. from Pluto. We want to research on you. Ambu allade? Please help us. This human being's name is Ambu. Ambu. We'll ask him questions. Ambo, come here. Can we ask you a few questions? എടാ ഈ കൊച്ചിനെ മറ്റേ വികാരം ഒന്നില്ലത്തല്ല സംസാരിക്കണല്ലേ. ഒരു മൊട്ട ഇംഗ്ലീഷ് മാത്രമല്ലേ? Will you answer it for us? You Red chip. comfortable Is it with red chip? English? Yes. Yeah, I'm ഈ കൊച്ച് നൈസാണ്. എവിടെയാണ്? കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്. മലയാളം അറിയാവുന്നതാണല്ലേ? comfortable in English, BA English, CA English, ഇംഗ്ലീഷ് English. Question number 1. How human beings are being produced? It is so simple. Can you come with me? If you have a phone, if you have a phone, this is your phone. Can we charge this phone? With wire. We insert the wire. It will be. We have wireless. This is you. This phone is you. And the charger is me. Okay. Put charge in you. It will be happen. Baby phone. You put അങ്ങേറ്റടാ. അമ്പൊക്കെ വേറെ ലെവൽ. അത് ഞാൻ കണ്ടോ തമ്മില് ബന്ധമില്ല. എങ്ങനെയാണ് ഹ്യൂമൻ ബീങ് പ്രൊഡ്യൂസ്ഡ് എന്തോ അങ്ങനെയല്ലേ ചോദ്യം തരാം. അതെ This is you. This phone is you. And the charger is me. Okay. Put charge in you. It will be happen. Baby phone.
You put charge in him? ചന്ദ്ര, ഇതിനുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. പറ. I have a pen drive with me and you have a computer. And inside my pen drive there is files. When I put my pen Put the drive files in into you and computer. copy the files to you, you can print it out. ഓ ബാബുസേട്ടയുടെ അങ്ങേറ്റാ സീന് വിഷയട്ടാ വിഷയം. It was double okay. Double okay. And it is the logic. അമ്പത്തൂർ is zero logic, bro. Zero logic, only കാമക്കണ്ണൻ. കാമക്കണ്ണൻ. അവൻ എങ്ങനെയെങ്കിലും അയ്യോ. ചാനൽ ഒന്ന് കുത്തണം. കൊള്ളാം, അവൻ ഇൻസിഡന്റ് പറഞ്ഞല്ലോ അത്. ഞാനാണെങ്കിൽ ഇപ്പൊ തുടങ്ങുമായിരുന്നു കമ്പ്യൂട്ടർ. വിഷയട്ടാ വിഷയം വിഷയം.